നമസ്കാരം ഗൈസ്. അപ്പം നമ്മൾ ഇന്നൊന്ന് മൂന്നാർ വരെ പോവാണ്. അപ്പം നമ്മൾ കൊച്ചിയിൽ നിന്ന് മൂന്നാർ വരെ പോകുന്ന റൂട്ടിലെ കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ള. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ വേറെ 2 ഫ്രണ്ട്സും കൂടെ ഇന്ന് എൻ്റെ കൂടെ മൂന്നാർ വരുന്നുണ്ട്. ഇപ്പം ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 നൈറ്റ് മൂന്നാറും 1 നൈറ്റ് ആലപ്പുഴയും 1 നൈറ്റ് കൊച്ചി എന്നുള്ള രീതിയിലാട്ടോ ഞാനിപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കണേ. അപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവന്മാരെ പിക്ക് ചെയ്യാൻ വേണ്ടിയാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന കാഴ്ച കേട്ടോ ഈ കാണുന്നത്. അവരുടെ വീട് എയർപോർട്ടിൻ്റെ എവിടെയാണ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കേട്ടോ, നമ്മുടെ അകപ്പറമ്പ് പള്ളി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇറങ്ങി ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തി. ഇനിയിപ്പോൾ നമുക്കൊരുത്തനെ പിക്ക് ചെയ്യാണ്ട് അയാൾ ഇവിടെ നിന്നാണ് വരുന്നത്. അവനെയും പിക്ക് ചെയ്തിട്ട് നേരെ നമുക്കൊന്ന് മൂന്നാർ പോയി വരാം. നമ്മുടെ കാലടി പെരുമ്പാവൂർ ഭാഗങ്ങളിലൊക്കെ നല്ല ബ്ലോക്ക് ആട്ടോ മഴ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പോകുന്ന വഴി ഏതാണെന്ന് വെച്ചാൽ കോടനാട് വഴി കുറുപ്പുംപടി ചെന്ന് ചാടുന്ന റോഡിലാട്ടോ ഞാനീ പോകുന്നത്. ഇപ്പം നമ്മൾ ഫ്രണ്ട് ഇപ്പോൾ വരാൻ പോകുന്ന ബ്രിഡ്ജാട്ടോ നമ്മുടെ കോടനാട് ബ്രിഡ്ജ് എന്നാട്ടോ എൻ്റെ പേര്. പിന്നെ താഴെ പോകുന്നത് റിവർ പെരിയാറാണ്. നല്ല രീതിയിൽ കവിഞ്ഞാട്ടോ ഒഴുകണം, മഴക്കാലം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിലൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാവുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഇറങ്ങാൻ പറ്റില്ല, ഇപ്പോൾ അതുപോലെ സീനായിട്ടോ ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ചിരിക്കാൻ വേണ്ടി വരുന്നൊരു പാലം കേട്ടോ അത്. നമ്മൾ ഈ സൈഡിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ നിന്ന് കുറേ നേരം ഈവനിങ് കുറേ അത് ഇതൊക്കെ സംസാരിച്ച് കുറേ തമാശയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാറ്. പക്ഷെ ഒരു പ്രധാന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പാലം കുഴികളൊന്നുമില്ല, പക്ഷെ ഭയങ്കര ചാട്ടമാണ്. അത് എന്തിൻ്റെയാണെന്നറിയില്ല, മേ ബി ചിലപ്പോൾ കോൺക്രീറ്റിൻ്റെ ഇത് ഭാഗ്യം കൊണ്ടായിരിക്കും കേട്ടോ. ഭയങ്കര ചാട്ടമാണ് വണ്ടി എന്തായാലും ഈ വഴിക്ക് പോകുമ്പോൾ. നമുക്കിപ്പോൾ ഈ വഴി കാണുമ്പോൾ തോന്നും ഒട്ടും ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്തൊരു വഴിയാണ്, നമുക്ക് സുഖമായിട്ട് പെരുമ്പാവൂർ, കുറുപ്പുംപടി, മൂവാറ്റുപുഴയൊക്കെ തന്നെ ചെന്ന് ചാടാൻ പറ്റുമെന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷേ നമ്മുടെ മലയാറ്റൂർ പെരുന്നാളിൻ്റെ സീസൺ ടൈം ആകുമ്പോൾ ഈ വഴിക്ക് നമുക്ക് അടക്കാൻ പറ്റില്ല, അമ്മമാർ തിരക്കായിരിക്കും കേട്ടോ. കാരണം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് കുറേ വണ്ടികൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും ആ സമയത്തൊക്കെ കേട്ടോ ഈ വഴിയിൽ. പിന്നെ കാണുന്നൊരു സ്ട്രെച്ച് ഉണ്ടല്ലോ, അടിപൊളി സ്ട്രെച്ച് കേട്ടോ, ഒരു രക്ഷയില്ല എന്ന് വേണം പറയാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ. കാരണം അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് മൊത്തത്തിൽ പച്ചപ്പും വീടും മരങ്ങളും അങ്ങനെ ഇങ്ങനെ ആയിട്ട് വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ ഈ വഴിക്ക് വണ്ടി ഓടിക്കുമ്പോൾ. ഇനി നിങ്ങൾ ആരെങ്കിലും മൂന്നാർ പോകുന്നുണ്ടെങ്കിൽ, അങ്കമാലി ഭാഗത്തുനിന്നോ ചാലക്കുടി ഭാഗത്തുനിന്നൊക്കെ മൂന്നാർ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ റോഡൊന്ന് ചൂസ് ചെയ്ത് കേട്ടോ, അടിപൊളിയായിരിക്കും. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല, വേറെ വണ്ടികളുടെ ശല്യം ഉണ്ടാവില്ല, ഒന്നുമില്ലാണ്ട് നമുക്ക് സുഖമായിട്ട് കുറുപ്പുംപടി വരെ എത്താൻ പറ്റും ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ക്യാമറ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഐഫോണൊന്നല്ല കേട്ടോ, നമ്മൾ അതിന് പകരം ഉപയോഗിച്ചേക്കുന്നത് സാംസങ് S24 ആണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ചെറിയൊരു ഷെയ്ക്കിങ് ഇടയ്ക്ക് വരുന്നുണ്ട്, അത് നമ്മുടെ ക്യാമറ ഹോൾഡർ വെച്ചേക്കുന്ന ഹോൾഡറിന് ചെറിയൊരു ഷെയ്ക്കിങ് ഉള്ളതാണ് കേട്ടോ ആ ഷെയ്ക്കിങ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് ശരിക്കും ഒരു ഗ്രാമത്തിൽ കൂടെ പോകുന്ന ഫീലിംഗ് കേട്ടോ. നമ്മുടെ അപ്പുറയും ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് കുറേ വാഴത്തോട്ടങ്ങളും അതേപോലെ പാടങ്ങളും പിന്നെ കുറേ എന്നാ പറയുക കുറേ അല്ലറ ചില്ലറ കൃഷികളും പിന്നെ വലിയ വലിയ വീടുകളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല വൈബുള്ളൊരു സ്ഥലമാട്ടോ ഈ വഴി. ഈ വഴിയുടെ ഒരു ബ്യൂട്ടി എനിക്ക് ക്യാമറയെ കൂടെ എത്രത്തോളം കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഈ വഴിക്ക് ശരിക്കും വന്നാലാട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അങ്കമാലിയിൽ നിന്ന് പ്ലാന്റേഷൻ റൂട്ടിൽ കൂടെ അതിരപ്പള്ളി പോകില്ലേ, ഏതാണ്ട് അതേപോലെ കേട്ടോ, ഒരു 80% അതേപോലത്തെ ഒരു വഴി കേട്ടോ ഈ വഴി. നമുക്ക് വണ്ടികളുടെ ശല്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇടയ്ക്കൊക്കെ വല്ല വണ്ടി വന്നാലേ ഉള്ളൂ, അല്ലാതെ ഒരു വണ്ടി ഈ വഴിക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ വഴിക്ക് നിന്ന് വന്ന് നേരെ മൂന്നാർ ഹൈവേ കയറി കേട്ടോ. അപ്പോൾ ഒന്ന് ചെറിയൊരു ബ്രേക്കിന് വേണ്ടി നിർത്തിയാണ്. അങ്ങനെ ബ്രേക്കിന് നിർത്തി ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി ഒരു ജ്യൂസൊക്കെ കുടിച്ച് അപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെയും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ സാധാരണ അനുഭവിക്കുന്ന ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും കേട്ടോ. കാരണം നമ്മുടെ മൂന്നാർ നേര്യമംഗലം റൂട്ടിൽ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നല്ല ഹെവി ടിപ്പറുകളൊക്കെ ഈ വഴിക്ക് പോകാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലോറികൾ, ബസ്സുകൾ, അങ്ങനെ ഭയങ്കര തിരക്കുള്ളൊരു വഴി കേട്ടോ. ഇപ്പോൾ വീക്കെൻഡൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല, അമ്മാതിരി തിരക്കായിരിക്കും. പക്ഷേ അന്നത്തെ ദിവസം ഈ വഴിക്ക് 1-2 ആക്സിഡൻറ്റ്സ് എന്തായാലും നടന്നിരിക്കും. കാരണം ഈ റോഡിനെ കുറിച്ചും ഇവിടുത്തെ ഒരു ഇതും വളവും തിരിവൊന്നും അറിയാതെ ചിലർ ഓവർ സ്പീഡിൽ വന്നിടിക്കണ, പിന്നെ പെട്ടെന്ന് എന്താ പറയുക സഡൻ ബ്രേക്ക് ഇട്ട് ഇടിക്കുക, അങ്ങനെയൊക്കെയുള്ള ആക്സിഡൻസൊക്കെ ഈ വഴിക്ക് വീക്കെൻഡ്സിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഇങ്ങനെ വീക്കെൻഡ്സിൽ ഉണ്ടാവാറുണ്ട് ആക്സിഡൻസൊക്കെ. അതേപോലെ തന്നെ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ എപ്പോഴും ഈ ക്യാമറ ഹോൾഡറിൽ വെച്ചിട്ടാണ് കേട്ടോ. അത് കുറച്ച് ബോറിംഗ് ആണെന്ന് എനിക്കറിയാവേ. അതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോ തൊട്ട് ഇങ്ങനെ ഫുൾ ടൈം നമ്മൾ ഒരിക്കലും ക്യാമറ ഹോൾഡറിൽ വെച്ച് വീഡിയോ എടുക്കില്ല കേട്ടോ. കാരണം അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എപ്പോഴും ഈ ക്യാമറ ഹോൾഡറിൽ വെച്ച് തന്നെ
വീഡിയോ എടുക്കില്ല, അത് കുറച്ച് ബോറിങ് ആവുന്നുണ്ടെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ തൊട്ട് നമ്മളതൊക്കെ ഒന്ന് മാറ്റി ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ടിപ്പറിൻ്റെ ബാക്കിൽ നോക്കിയ ഒരു ബൈക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു കാലത്ത് നമ്മളെ ബോയ്സിൻ്റെയും ഇപ്പോഴും എല്ലാവരും ഒരു ഡ്രീം ബൈക്ക് എന്ന് വേണം കേട്ടോ പറയാനായിട്ട്. RX-100 കേട്ടോ പോണേ. അതിൻ്റെ സൗണ്ടൊക്കെ എന്നാ രസം എന്ന് പറയാം. ഞാൻ കുറച്ച് നേരം അവരെ പിറകെ പോയിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി കേട്ടോ. അതേപോലെ തന്നെ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഞാൻ മാന്യമായ രീതിയിൽ ബസ് ഓടിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നത്. ഇപ്പോൾ ആൾക്കാരെ ഇറക്കാനായിട്ട് പുള്ളി ഇൻഡിക്കേറ്റർ ഇട്ട് ഇവിടെ നിർത്തുന്നത് ഞാൻ കണ്ടോ. ഇങ്ങനെ ഒരാളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് കൊണ്ടുപോയി അവിടെ നിർത്തുക, ആളിറക്കുക, കയറിപ്പോവാന്നല്ലാണ്ട് ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഇടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ പലരും എന്നോട് പറയാറുണ്ട്, നീ എന്നും ഈ ബസ്സുകാരെ കുറ്റം പറയണം എന്തിനാന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം മാന്യമായ ആൾക്കാരുണ്ട്, പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ഇങ്ങനെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന രീതിയിൽ ബസ് ഓടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ബസ്സുകാർ റോങ് ആണ് കാണിക്കുന്നതെന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് എനിക്ക് അവരോട് യാതൊരുവിധ ശത്രുതയോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ നേര്യമംഗലം ടൗൺ എത്താറായിട്ടോ. അങ്ങനെ നമ്മൾ നേര്യമംഗലം ടൗൺ എത്താറായപ്പോഴത്തേക്കും നല്ല പൊരിഞ്ഞ മഴ, നമുക്ക് കണ്ണ് പോലും കാണാൻ പറ്റണില്ല കേട്ടോ. നമ്മൾ ഫുൾ സ്പീഡിൽ വൈപ്പർ ഇട്ടിട്ടും നമുക്ക് അത്രയും വിസിബിലിറ്റി കിട്ടാത്തത്രയും നല്ല ശക്തിയായ മഴയായിരുന്നു കേട്ടോ. മഴയുണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള കാറ്റും ഉണ്ടായിരുന്നു. നമ്മൾ നോക്കി പോയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുഴി കിടക്കും. കാരണം ഈ റോഡ് പണിയുടെ ഇതായിട്ട് ഇവർ അപ്പുറം ഇപ്പുറമൊക്കെ കുഴി കുഴിച്ചിട്ടേക്കാം കേട്ടോ. എൻ്റെ ബാഡ് ലക്ക് എന്ന് വേണം കേട്ടോ പറയാനായിട്ട്. കാരണം ഈ നേര്യമംഗലം പാലം എന്ന് പറഞ്ഞ ഒരു ഐക്കോണിക് ബ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു കിടിലൻ വിഷ്വൽ എനിക്ക് കിട്ടിയില്ല. നല്ല മഴയായതുകൊണ്ട് തന്നെ ക്യാമറയുടെ ഫോക്കസ് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ വ്യൂ പോലും മര്യാദയ്ക്ക് കിട്ടാത്തൊരവസ്ഥയാണ് കേട്ടോ. കാരണം ഈ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഫീൽ എന്ന് വെച്ചാൽ വല്ലാത്തൊരു ഫീലാണ്. കാരണം ഈ ബ്രിഡ്ജ് ഈ പറയുന്ന ക്രോസ് ചെയ്ത് നേരെ എത്തുന്നത് നമ്മൾ ഇടുക്കിയിലോട്ടാണ്. പിന്നെ ഒരു മൂന്നാറിൻ്റെ എൻട്രി പോയിന്റ് എന്ന് വേണം കേട്ടോ നമുക്ക് ഈ ബ്രിഡ്ജിനെ പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ നല്ല മഴയത്ത് ഞങ്ങളുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ഈ റോഡിനെ കുറിച്ച് മൂന്നാറിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാട്ടോ ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഇവർ റോഡ് വൈഡനിങ് ചെയ്യാൻ വേണ്ടിയും പിന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ കുഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുഴിച്ചിട്ട് കോരി വെച്ചിരിക്കുന്ന മണ്ണ് നേരെ ഒലിച്ച് റോഡിലേക്കായിട്ട് ഇറങ്ങുന്നത്. ആ ഒലിച്ചിറങ്ങുന്ന മണ്ണ് ഭയങ്കര സ്ലിപ്പറിയാണ്. കാരണം നമുക്ക് ചില സമയത്ത് കാർ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീൽ സ്പിന്നാവുന്നത്. അതേപോലെ വളവിലൊക്കെ വളയ്ക്കുമ്പോഴായാലും ജസ്റ്റ് സ്കിഡാവുന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബൈക്കിൻ്റെ കേസ് പറയേ വേണ്ടല്ലോ, ചിലപ്പോൾ സ്കിഡായി വീണ് കളയും കേട്ടോ. അപ്പോൾ ഈ വഴി വരുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ റെഡ് സോയിൽ നമ്മൾ ഈ റോഡിൽ എവിടെ കാണുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് മാറ്റി പോവാൻ ശ്രദ്ധിക്കുക. കാരണം ഭയങ്കര ഡേഞ്ചറാണ് ഈ റെഡ് സോയിൽ എന്ന് പറഞ്ഞത്. കാരണം ഈ മഴയും കൂടി പെയ്തുകൊണ്ട് ചിലപ്പോൾ ഇത് ബൈക്കൊക്കെ ആണെങ്കിൽ സ്കിഡായി പോകാൻ നല്ല ചാൻസസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ നേര്യമംഗലം ചുരത്തിൻ്റെ ആദ്യത്തെ വളവിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. ഈ വളവിൽ തന്നെ നമുക്കൊരു ഫ്ലെക്സ് കാണാൻ പറ്റും. ഇവിടെ ആനയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് മാക്സിമം 30 km/സ്പീഡിൽ പോവുക, ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട്. ശരിക്കും ഇവിടെ ആനയുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം മുമ്പ് ഈ വഴിക്ക് വന്നപ്പോൾ ഞാൻ ഈ വഴിക്ക് ആനേനെ കണ്ടിട്ടുണ്ട്. അതേപോലെ നേര്യമംഗലം പാലത്തിൻ്റെ താഴെയും ഞാൻ ആനേനെ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇരുമ്പ് പാലോ എന്ന് തോന്നുന്നു ആ വഴി എത്താറാകുമ്പോഴത്തേക്ക് ഞാൻ ഈ വഴിക്ക് ആനേനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ആനേനെ കണ്ടിട്ടുണ്ടെന്ന് നമ്മൾ ന്യൂസും കേട്ടിട്ടുണ്ട് ഈ വഴിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് പോവുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയിക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാട്ടർഫോൾ കാണാൻ പറ്റും. പക്ഷേ അത് ഈ ക്യാമറയിൽ വിസിബിൾ ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം അത് ലെഫ്റ്റ് സൈഡിൽ ഒത്തിരി സൈഡിലേക്ക് നീങ്ങിയിട്ടാട്ടോ. ഒരു വളവിലാണ്.
എനിക്കറിയാൻ പാടില്ല ക്യാമറയിൽ വിസിബിൾ ആവുമെന്ന്. കാരണം നമ്മളിപ്പോൾ കൈ കൊണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും, ഇതാണ് വാട്ടർഫോൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ക്യാമറ ഞാനിങ്ങനെ ഈ മൗണ്ടിൽ പിടിപ്പിച്ചേക്കാണല്ലോ, മൗണ്ടിൽ പിടിപ്പിച്ച് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ അത്രത്തോളം കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. എവിടെയെങ്കിലും നിർത്തി ഇറങ്ങുമ്പോഴേ എനിക്ക് നിങ്ങളെ കാഴ്ചകൾ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ വാട്ടർഫോളിൻ്റെ വളവാട്ടോ അത്. നമുക്ക് ക്യാമറയിൽ ചെറുതായിട്ടെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിൽ കാണാൻ പറ്റില്ല എന്നാണ് ഈ കാണുന്ന കേട്ടോ വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ ഈ വഴി പോകുമ്പോൾ നമുക്ക് ഈ സൈഡൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ പേടിയാവും കേട്ടോ. കാരണം ഈ റോഡ് വൈഡനിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെത്തി മാറ്റിയേക്കാണല്ലോ. അപ്പോൾ നമുക്ക് ഈ പോകുമ്പോൾ ശരിക്കും പേടിയാവും. കാരണം ഇതിൻ്റെ നടുക്ക് പാറയും അതിൻ്റെ മുകളിൽ മണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു മഴ പെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇടിഞ്ഞ് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പരമാവധി ഈ മഴക്കാലത്ത് നമ്മൾ ഈ നേര്യമംഗലം വഴിയുള്ള യാത്ര രാത്രി ഒഴിവാക്കുക. പിന്നെ വൈകുന്നേരം ഒരു 4:30 ആകുമ്പോഴത്തേക്ക് ഈ വഴി പാസ്സായി പോവുക. പിന്നെ അത്ര അധികം ഹെവി റെയിൻ ആണെങ്കിൽ നമ്മൾ ഈ വഴി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ക്യാമറയെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡേഞ്ചറായിട്ടാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥയെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് പരമാവധി ശ്രദ്ധിക്കുക. മഴയുള്ള സമയത്ത് ഈ വഴി വരാണ്ടിരിക്കുക. ഹെവി റെയിൻഫോൾ ആണെങ്കിൽ ഒട്ടും വരാണ്ടിരിക്കുക. അതേപോലെ തന്നെ മഴക്കാലത്ത് പരമാവധി പതുക്കെ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഈ വഴി കൂടെ വരുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ എന്തോ ധൃതിയുള്ള പോലെ വെച്ച് കീച്ച് പോകുന്നുണ്ടായിരുന്നു. അതിൽ പലർക്കും ഈ വളവ് വളയ്ക്കുമ്പോൾ കൺട്രോൾ പോലും കിട്ടുന്നില്ല. ചിലപ്പോൾ നമ്മൾ 1 മിനിറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇത്രയും സ്പീഡിൽ പോകുന്നത്. ചിലപ്പോൾ ആ സ്പീഡിൽ പോകൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടായേക്കാം. അതുകൊണ്ട് പരമാവധി മഴക്കാലത്ത് പതിയെ പോകാൻ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ റോഡ് പണിയും കൂടെ നടക്കാറില്ല. അപ്പം മണ്ണും എല്ലാം ചെളിയും കൂടെ എല്ലാം ആയിട്ട് ഭയങ്കര സ്ലിപ്പറിയാണ് റോഡ്. അപ്പോൾ പരമാവധി ശ്രദ്ധിക്കുക, പതുക്കെ പോവുക. നമുക്ക് പതുക്കെ പോയാലും സ്ഥലത്തെത്താൻ പറ്റും. ഒരു 5-10 മിനിറ്റ് വൈകുന്നുള്ളൂ, എന്നാലും നമ്മളെ സ്ഥലത്തെത്തും. അതേപോലെ തന്നെ ഞാൻ ഈ വഴിക്ക് വരുമ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ, എനിക്ക് വളരെയധികം എന്താ പറയുക വിഷമം തോന്നിയൊരു കാഴ്ചയാണ്. കാരണം നാളത്തെ നമ്മുടെ ട്രാവലിംഗ് സ്മൂത്ത് ആക്കാൻ വേണ്ടി ഈ റോഡ് വൈഡനിങ്ങിൻ്റെ പാർട്ട് അയക്കുന്ന കുറേ ലേബേഴ്സിനെയൊക്കെ നമ്മൾ ഈ വഴിക്ക് കാണും കേട്ടോ. പാവങ്ങൾ ഈ മഴയത്തും പണിയെടുക്കുക. ഭയങ്കര കഷ്ടമാണ് അവരുടെ കാര്യം. പക്ഷേ അവർ നമ്മളുടെ ഒരു നാളത്തെ നമ്മുടെ ട്രാവലിംഗ് സ്മൂത്ത് ആക്കാൻ വേണ്ടി അവരും കഷ്ടപ്പെടുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഈ റൂട്ടിൽ ഒരുപാട് കുഴികളൊക്കെ ഇപ്പോൾ ഫോം ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പോയാൽ നമ്മുടെ അലൈൻമെൻറ്റും പോവില്ല, നമ്മുടെ ടയറും പോവില്ല. നമ്മൾ കുഴിയൊക്കെ ശ്രദ്ധിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മൂന്നാർ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ടയറും പോവും, എല്ലാം പോവും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ കുരങ്ങന്മാർ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആവുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഓവർ സ്പീഡ് വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ കുരങ്ങന്മാരെ കാണുമ്പോൾ ചിലപ്പോൾ ഒറ്റ ചവിട്ട് പൊട്ടും. ചവിട്ടിൽ ചിലപ്പോൾ നമ്മുടെ പിറകയിലും വന്ന് വണ്ടി ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ പോവുക. കുരങ്ങന്മാരെ കാണുകയാണെങ്കിൽ ഒന്ന് നിർത്തി കൊടുക്കുക. കാരണം ഇവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആവും. പരമാവധി വൈൽഡ് അനിമൽസിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളോ അതൊന്നും കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം ഇപ്പോൾ നമ്മുടെ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തുകയാണെങ്കിൽ തന്നെ കുരങ്ങന്മാർ അപ്പം തന്നെ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വഴി പോകുന്ന പലരും ഈ വണ്ടി നിർത്തി ഈ കുരങ്ങന്മാർക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ലീഗലി വളരെ വലിയ കുറ്റമാട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ മഴയും കാറ്റും കാരണം അവിടെ ഇവിടെ മറ്റേ മരത്തിൻ്റെ ചില്ലകളും കൊമ്പുകളൊക്കെ റോഡിലേക്ക് വീണിട്ട് അതൊക്കെ വെട്ടി മാറ്റിയേക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ചെറിയ മണ്ണിടിച്ചിലൊക്കെ എനിക്ക് പേഴ്സണലി വഴി പോകുമ്പോൾ കാണാൻ പറ്റി. അപ്പോൾ അത് ക്യാമറയിൽ ആ സമയത്ത് കിട്ടിയില്ല. ഇനി വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതെന്തെങ്കിലും എടുത്തു തരാം കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു റെയിൻ ഫോറസ്റ്റ് ആട്ടോ നേര്യമംഗലം. അത്രത്തോളം മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കിവിടെ മൊത്തം പച്ചപ്പ് മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. എവിടെ നോക്കിയാലും പച്ചപ്പ്, ഫുള്ള് ഹരിതാപം.
അങ്ങനെ നമ്മൾ ഈ നേര്യമംഗലം റൂട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 വാട്ടർഫോൾസ് കേട്ടോ. ഒന്ന് ചീയപ്പാറ വാട്ടർഫോൾസും അത് കഴിഞ്ഞ് കിട്ടുന്നതാണെങ്കിൽ വാളറ വാട്ടർഫോൾസും. ഇതിൽ വലുതെന്ന് പറയാനായിട്ട് ചീയപ്പാറ കേട്ടോ. ചീയപ്പാറ എന്ന് പറയുന്നത് ഒരു 6 ലെയേഴ്സ് അല്ലെങ്കിൽ 5 ലെയേഴ്സായിട്ട് ഒഴുകുന്ന ഒരു വാട്ടർഫോൾ കേട്ടോ. ഈ വാട്ടർഫോൾ സമ്മറിൽ ഡ്രൈ ആയിരിക്കും, ബട്ട് മൺസൂൺ സീസണിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. കാരണം ഞാൻ നോക്കിയായിരുന്നു 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ നമ്മൾ ഏകദേശം ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്താറായിട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നടക്കും കേട്ടോ. പക്ഷേ ഇവിടെ വരുന്നത് വരെ ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ ഇത്രയധികം വെള്ളം ഉണ്ടാവുമെന്ന്. 2-3 ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വെള്ളമുണ്ട് കേട്ടോ ചീയപ്പാറയിൽ. കാണാൻ തന്നെ എന്തൊരു രസമെന്നറിയാം. ഇവിടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അറിയുള്ളൂ കേട്ടോ. കാരണം ആ വെള്ളം വീഴുന്നതിൻ്റെ ഡ്രിസ്ലിങ് നമ്മുടെ മുഖത്തേക്ക് അടിക്കുകയാണ്. നമ്മളവിടെ എന്താ ശരിക്കും പറഞ്ഞാൽ വെറ്റായി പോകും, അതുപോലെ വെള്ളം കേട്ടോ ഇപ്പോൾ അവിടെ ഉള്ള. അതുപോലെ തന്നെ ഈ വാട്ടർഫോളിൻ്റെ ഡ്രിസ്ലിംഗ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരുപാട് നോർത്ത് ഇന്ത്യൻസിനെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. അവരൊക്കെ ഈ കേരള പാക്കേജ് എടുത്ത് വന്നേക്കുന്ന ആൾക്കാരാണ്. അവർ ഈ മൂന്നാറും തേക്കടി ആലപ്പുഴ അങ്ങനെ കേരള പാക്കേജ് എടുത്ത് വന്നേക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അവരും ഇതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അടിപൊളിയാണ്, ഇവിടം വരെ വന്നതൊക്കെ അടിപൊളിയായിരുന്നു, ഇതും അടിപൊളി വാട്ടർഫോൾ എന്നാട്ടോ അവർ പറയുന്നത്. അങ്ങനെ ചീയപ്പാറ വാട്ടർഫാളും കണ്ട് ഞാൻ നേരെ പോയത് വാളറ വാട്ടർഫാൾ കാണാനാട്ടോ. പക്ഷെ ആ വഴിക്ക് മൊത്തം മണ്ണിടിഞ്ഞിരിക്കുക കേട്ടോ. ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പോൾ രാത്രി ഞാൻ പറഞ്ഞില്ലേ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതേ കണ്ടില്ലേ, ഈ റോഡിൻ്റെ പകുതി വരെ മണ്ണിടിഞ്ഞിരിക്കുക. ഇതിപ്പോഴൊന്നും നീക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ അതേ കണ്ടില്ലേ, ബസ് വരെ വരുന്ന കണ്ടിട്ട് പേടിയായിട്ട് വയ്യ. അങ്ങനെ ഒരു 300 മീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാളറ വാട്ടർഫാൾസ് കിട്ടും കേട്ടോ. ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു, അവർ പറഞ്ഞു വാളറ വാട്ടർഫാൾ കിടലിനാണ് ഇപ്പോൾ കാണാനായിട്ട്, നല്ല രീതിക്ക് വെള്ളം ഉണ്ടെന്ന് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഏകദേശം അവിടെ എത്താറായി. പക്ഷേ എൻ്റെ ഉള്ളിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവണേ, കിടലിനായിരിക്കണേ എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് തന്നെ കണ്ടു അവിടെ നല്ല രീതിയിൽ വെള്ളമുള്ള കാര്യം എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു അവിടെ നല്ല രീതിക്ക് വെള്ളമുണ്ട്, നമുക്ക് കിടിലം ഫോട്ടോസും വിഷ്വൽസൊക്കെ കിട്ടുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനൊരു വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഏകദേശം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കണ്ട് വെച്ചു. പക്ഷേ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഡേഞ്ചറാണോ എന്നൊരു പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ എന്തായാലും വണ്ടി നിർത്തിയേ. ഇവിടെ വണ്ടി നിർത്തിയിട്ട് മനസ്സിനൊരു സുഖമില്ല, എന്തോ ഒരു പേടി പോലെ. കാരണം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മുകളിലേക്ക് നോക്കുമ്പോൾ കുറേ മരച്ചില്ലകൾ കാണാൻ പറ്റും കേട്ടോ, അതുകൊണ്ടൊരു പേടി പോലെ. അപ്പം ഞാൻ നൈസായിട്ട് എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഇവിടെ വണ്ടി നിർത്തണ്ട, കുറച്ച് മുന്നോട്ട് നീക്കി നിർത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് കുറച്ച് മുന്നോട്ട്, ഇതാ കാണുന്ന ക്രിസ്റ്റയല്ലേ, ക്രിസ്റ്റയുടെ ബാക്കിൽ കൊണ്ടുപോയി നിർത്താൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടോ. ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ സേഫാണ്, ആർക്കും ഒരു കുഴപ്പമില്ല, സൈഡിൽ കടന്നോളൂ. നമ്മുടെ ലെഫ്റ്റ് സൈഡിലും അത് മരക്കൊമ്പോ മലയോ അങ്ങനെ ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ സേഫാണെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിർത്തി കേട്ടോ. ഇവിടെ നിർത്തിയിട്ട് ഓടിപ്പോയി 2-3 വിഷ്വൽസ് എടുത്തിട്ട് വരാമെന്ന് വെച്ച് ഞാൻ ഇറങ്ങി പോകട്ടോ. അങ്ങനെ ഞാൻ വണ്ടിയെല്ലാം നിർത്തി ഓടിച്ചെന്ന് കണ്ടപ്പോൾ ഉള്ള കാഴ്ച ഇത് കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നനഞ്ഞാലും കുഴപ്പമില്ല, ഞാനിത് കണ്ടിട്ടേ പോകുള്ളൂ എന്ന രീതിയിലാട്ടോ ഞാൻ ഇവിടെ നിന്ന് ചെറിയൊരു ചായ കുടിച്ച് നിൽക്കുകയാണ്. അടിപൊളിയാട്ടോ. പക്ഷേ നമുക്കിവിടെ നിൽക്കാനുള്ള സ്പേസ് ഒന്നും ആരും ഉണ്ടാക്കി വെച്ചിട്ടില്ല. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സ്പോട്ടാണ്, പക്ഷേ ഇതാരും ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് സത്യം കേട്ടോ. അങ്ങനെ ഞാനിവിടെ വാളറ വാട്ടർഫോളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് പോകട്ടോ. അടുത്തത് എന്തെങ്കിലും സ്പോട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ കണ്ടിട്ട് നേരെ റിസോർട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമെന്നുള്ള രീതിയിലാട്ടോ പോകുന്നത്. കാരണം മഴയാണ്, നമ്മൾ പ്രത്യേകിച്ചൊന്നും നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ചെറിയ മഴയൊന്നുമല്ല, നല്ല രീതിക്ക് മഴയുണ്ട്. അപ്പോൾ ഫുള്ള് നനഞ്ഞ് കുളിക്കും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒന്നും കൂടെ കണ്ടിട്ട് നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമെന്നുള്ള രീതിയിലാട്ടോ ഞാനിപ്പോൾ പോകുന്നത്. അപ്പം ഇവിടെ ഞാൻ കുറച്ച് പേരെടുത്ത് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ സ്പൈസ് ഗാർഡൻ വിസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സ്പൈസ് ഗാർഡൻ വിസിറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ജസ്റ്റ് ഗാർഡനാണ്, നിങ്ങൾക്കൊരു എൻട്രി ഫീസ് ഉണ്ടാവും, നിങ്ങൾക്ക് പോയി ജസ്റ്റ് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്പൈസ് ഗാർഡൻസ് ഉണ്ട്, പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ് കാണുന്നതിലൊന്നും നിർത്തിയില്ല കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു നറുക്ക് കിട്ടും, ഇങ്ങനെ നമ്മൾ പണ്ടില്ലേ എണ്ണി നറുക്കിടുന്ന പോലെ നറുക്കിടാൻ വേണ്ടി ഓരോന്ന് നറുക്കിട്ട് പോകട്ടോ. ഏറ്റവും അവസാനം എനിക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അവിടെ ഞാൻ നിർത്തും എന്നുള്ള രീതിയിലാട്ടോ പോകുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റായിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാനൊരു ഹിന്ദുസ്ഥാൻ സ്പൈസസ് കണ്ടു, പക്ഷെ എന്തോ അവിടെ എനിക്ക് നിർത്താൻ തോന്നിയില്ല, അതുകൊണ്ട് മുന്നോട്ട് പോവാണ്. അതേപോലെ റൈറ്റ് സൈഡിൽ ഞാനൊരു ചെറിയ ജഗ് ഡാമും അതേപോലെ കുഞ്ഞ് പാലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ പോയപ്പോൾ ഞാൻ അവിടെ ഒരു ഫ്ലെക്സ് കണ്ട്, ഇവിടെ സിപ്പ് ലൈൻ എന്നൊക്കെ. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ വലിയൊരു ഫ്ലെക്സ് അവിടെ ഞാൻ കണ്ടേ.
അതായത് സ്കൈ സൈക്ലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാട്ടോ ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്യാമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മഴ കാരണം നമുക്കൊന്നും ട്രൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം നമ്മൾ വിചാരിക്കും മഴ ഇപ്പം നിൽക്കുമെന്ന് വിചാരിക്കും, പക്ഷെ നിൽക്കും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പോകുമ്പോൾ നല്ല മഴ പെയ്യും. അപ്പോൾ നമുക്ക് അതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും കേട്ടോ. പിന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ കുറേ ആൾക്കാർ കൈ കാണിക്കുന്നത് കണ്ടില്ലേ, അതാട്ടോ ഈ സ്കൈ സൈക്ലിങ്ങും സിപ്പ് ലൈനിങ്ങും ഒക്കെ ചെയ്യുന്ന സ്ഥലം. അവർ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വഴിക്ക് കുറേ 2 എലിഫൻറ്റ് സഫാരിയുടെ സ്ഥലം കണ്ടു. പക്ഷേ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ മഴ കാരണം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതേപോലെ ഞാൻ ഒരുപാട് ഗാർഡൻസും കണ്ടിട്ട് വരുന്ന വഴിക്ക്. സ്പൈസ് ഫാം, ഇന്ത്യൻ സ്പൈസസ്, അതുപോലെ തന്നെ മൂന്നാർ സ്പൈസ് ഗാർഡൻ, പിന്നെ മൂന്നാർ സ്പൈസ് ഗാർഡനും കണ്ടു. അത് കഴിഞ്ഞ് വേദിക് വില്ലേജ് എന്ന് പറഞ്ഞ സ്പൈസ് ഗാർഡനും കണ്ടു. പക്ഷേ ഇവിടെ ഒന്നും ഞാൻ നിർത്തിയില്ല കേട്ടോ. ഞാൻ നേരെ അങ്ങ് പോരുമായിരുന്നു. പോരുന്ന വഴിക്ക് തന്നെ ഒരുപാട് ഒരു ഹോട്ടലും കണ്ടു. ആ ഹോട്ടലിലെ ചേട്ടനാണെങ്കിൽ കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ കയ്യും കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഹൈവേ സൈഡുള്ള കടകളിലൊന്നും കയറാൻ തീരെ താല്പര്യമില്ല. കാരണം ഹൈവേ സൈഡുള്ള കടകളിലെ ഫുഡിന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഒരുപാട് സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അവിടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. കാരണം ഇന്ന് വരുന്ന ആൾക്കാർ അവിടെ നാളെ വരില്ല എന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് അവരെത്ര മോശപ്പെട്ട ഭക്ഷണം തരാൻ പറ്റും അത്ര മോശപ്പെട്ട ഭക്ഷണമായിരിക്കും അവർ തരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഹൈവേ സൈഡുള്ള കടകളിൽ നിന്ന് ഫുഡ് കഴിക്കൽ കുറവ് കേട്ടോ. അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നില്ലെങ്കിൽ ശരവണ ഭവനോ ആര്യാസോ അങ്ങനത്തെ ഏതെങ്കിലും പ്യൂർ വെജ്, അത് ബ്രാൻഡായിട്ടുള്ള പ്യൂർ വെജിൽ നിന്ന് മാത്രമേ കഴിക്കുള്ളൂ. ബാക്കി എവിടെ നിന്ന് കഴിച്ചാലും ചിലപ്പോൾ നമുക്ക് പണി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഞാൻ ഈ റോക്ക് വേൾഡ് എന്ന് പറഞ്ഞ സ്പൈസ് ഗാർഡനിൽ നിർത്തി ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടോ. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇത് അടിപൊളിയാണ്, എൻ്റെ ഉള്ളിൽ റോക്കൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് നമ്മൾ ഈ ഗാർഡൻ വിസിറ്റിങ്ങിന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിൽ ഞാൻ നിർത്തി, ഞാൻ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടോ. ഗാർഡൻ വിസിറ്റ് ചെയ്യുന്ന തീരുമാനിച്ചാലും പക്ഷെ എന്നാലും മഴ പെയ്യോ ഇല്ലേ എന്നുള്ള പേടി എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് നോക്കി ഇനി മഴ പെയ്യൂല്ലേ എന്നൊക്കെ. കാരണം മഴ പെയ്താൽ പിന്നെ എല്ലാം കുളമാവില്ലേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ എൻട്രി ടിക്കറ്റും ഉണ്ട്. അപ്പോൾ വെറുതെ എൻട്രി ടിക്കറ്റ് കൊടുത്ത് വരെ മഴ പെയ്ത് കുളമാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് 5 മിനിറ്റ് ഞാനവിടെ നിർത്തി നോക്കി മഴ പെയ്യോ ഇല്ലേന്ന്. എന്തോ ഭാഗ്യം കൊണ്ട് മഴ അതുവരെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കയറാമെന്ന് വെച്ച് എന്തായാലും കയറിയേക്കെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഈ സ്പൈസ് ഗാർഡൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്പൈസസിൻ്റെയൊക്കെ വലിയൊരു ഫാമാട്ടോ. അവിടെ നമ്മുടെ കൂടെ ഒരു ഗൈഡും കൂടെ നമ്മുടെ കൂടെ വരും. എന്നിട്ട് ആ ഗൈഡാണ് നമുക്കിതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അതിൻ്റെ യൂസസ് എന്താണ്, അങ്ങനെ എല്ലാം ഒരു ഗൈഡ് നമ്മുടെ കൂടെ വരും. പുള്ളിയാണ് നമുക്കിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ വണ്ടി അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യാൻ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒന്ന് പോവാണേ. മഴ ചതിച്ചു ഗായ്സ്. ഞാനൊന്ന് വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും മഴ. പിന്നെ എൻ്റെ ഫോൺ പോലും പുറത്തെടുക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് ഫോണും എടുത്തില്ല, ഒന്നും എടുത്തില്ല. മഴയത്ത് എനിക്ക് ആ വിഷ്വൽസും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല എന്ന്. എടുത്ത വിഷ്വൽസ് ഒന്നും കിട്ടാണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നല്ല വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തായാലും നേരെ റൂമിൽ പോകാന്നുള്ള തീരുമാനത്തിൽ ഞാൻ പോകട്ടോ. എന്തായാലും അടിപൊളിയാണ്. ഒരു 1 ടൈം ട്രൈ എന്നൊക്കെ പറയാം. ഈ ഗാർഡൻ ആരെങ്കിലുമൊക്കെ മൂന്നാർ വരുന്നുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ അവരുടേതായ തന്നെ ഓർഗാനിക് പ്രൊഡക്ട്സും അവരവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരു ഇച്ചിരി റേറ്റ് കൂടുതലാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ അത് ഓർഗാനിക്കാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് മേടിക്കാം കേട്ടോ. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇനി എന്തായാലും റൂമിലേക്ക് പോയി. ഈ വഴിക്ക് വരുമ്പോൾ ഒരുപാട് ഗാർഡൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാർഡനിൽ കയറാം. ഇതിൽ തന്നെ കയറണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും കയറാം. ഞാനിവിടെ കയറിയെന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ഗായ്സ് ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാനും റിസോർട്ട് എത്തി, ഒരു 500 മീറ്ററും കൂടെ ഉള്ള റിസോർട്ടിലേക്ക്. ഞാനിനിയിപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പുറത്തേക്കൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും നാളെ രാവിലെ പോകുന്നുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, നല്ല മഴയാണ്, പുറത്തേക്ക് ഇറങ്ങിയിട്ട് വലിയ കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നാളെ മൂന്നാറിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.